ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഓ, ഈറ്റിങ്ങള് വന്നാ? എത്ര വേഗം ഒരു മാസം പോകുന്നത്. പ്ലാസ്റ്റിക് ഉണ്ടാ? ഇല്ല സിന്ധു, അടുത്ത മാസം തരാ. കഴിഞ്ഞ മാസം ഇങ്ങനെയല്ലേ പറഞ്ഞു ചേച്ചി. എന്നേരം പ്ലാസ്റ്റിക് ഇല്ലാത്തോടല്ലേ എന്റെ സിന്ധു. ഇങ്ങനെ എല്ലാ പ്രാവശ്യവും പറഞ്ഞാല് നമ്മള് പഞ്ചായത്തിൽ പരാതി പറയുവേ. വാ സിന്ധു, ഇപ്പൊ നമുക്ക് പോവാ. ഐറ്റിങ്ങള് പോയാ ഗിരിജേ? ആ, ഐറ്റിങ്ങള് പോയി കിട്ടി വാസുവേട്ടാ. അങ്ങനെ 3 മാസത്തെ പൈസ ലാഭം കിട്ടി. അച്ഛാ, ഇനി രാത്രി പ്ലാസ്റ്റിക് കത്തിച്ചാ മതി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ മിനിഞ്ഞാന്ന് കത്തിക്കുന്ന തെക്കരെ മാതേച്ച് കണ്ടിരുന്നു. എന്നിട്ട് എന്തൊരു പുകയാണെന്ന് പറഞ്ഞിരുന്നു. ഓളോട് പോയിട്ട് പണി നോക്കാൻ പറ. എന്നാ പറ്റിയത് മോനെ? എനിക്ക് വല്ലാണ്ട് ശ്വാസം മുട്ടുന്നമ്മേ. വാസുവേട്ടാ, നമ്മളെ സച്ചിമോന് ഭയങ്കര ശ്വാസം മുട്ട് പോലും. നമുക്ക് ഓനൊന്ന് ഡോക്ടറെ കാണിച്ചാലോ? ഈ ചെക്കനെ കൊണ്ട് എന്തൊരു ഇടങ്ങേറാ. നിങ്ങളെ പിശുക്കത്തര എപ്പാ ഒന്ന് നിൽക്കുക. എന്നാ നാളെ ആശുപത്രിയിൽ പോകാം. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ഡോക്ടർ പറഞ്ഞ പോലെ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇതാ റിപ്പോർട്ട്. സ്കാൻ റിപ്പോർട്ട് കാണിച്ചാട്ടെ. ഇതാ ഡോക്ടറെ. നിങ്ങളുടെ വീടിനടുത്ത് വല്ല വ്യവസായ സ്ഥാപനങ്ങളോ മറ്റോ ഉണ്ടോ? ഇല്ലല്ലോ ഡോക്ടറെ. ഡോക്ടർ പറഞ്ഞു വരുന്നത്. അല്ല, ശ്വാസകോശത്തിന്റെ ഒരു പാളിയിൽ വീക്കവും പഴുപ്പുമുണ്ട്. ന്യൂമോണിയയുടെ തുടക്കമാണ്, ശ്രദ്ധിക്കണം. ഡോക്ടറെ, ഇത് വരാൻ കാരണം? അതാ ഞാൻ ചോദിച്ചത്. വീടിനടുത്ത് പുക പുറന്തള്ളുന്ന വല്ല സ്ഥാപനങ്ങളോ മറ്റോ ഉണ്ടോ എന്ന്. ഇല്ലല്ലോ ഡോക്ടറെ. പിന്നെ എങ്ങനിത്? ഡോക്ടറെ, ഞാൻ പ്ലാസ്റ്റിക് കത്തിക്കാറുണ്ട്. അപ്പോൾ സച്ചിനും അടുത്ത് വരാറുണ്ട്. അത് തന്നെയാ പറ്റിയത്. ഇനിയെങ്കിലും ഇങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കല്ലേ. ഇല്ല ഡോക്ടറെ, ഇനി ഞാൻ പ്ലാസ്റ്റിക് കത്തിക്കില്ല. വാ മോനെ, വീട്ടിലേക്ക് പോകാം. ഡോക്ടർ എന്നാ പറഞ്ഞിനി വാസുവേട്ടാ? മോൻ എന്നാ പറ്റിയത്? മോന്റെ ശ്വാസകോശത്തിന് ചെറിയ തകരാറുണ്ടെന്നാ പറഞ്ഞത്. എന്റെ ഈശ്വര, ഞങ്ങള് പ്ലാസ്റ്റിക് കത്തിച്ചുകൊണ്ടാ മോന് അസുഖം വന്നത്. രമണി, നീ എവിടെയാ പോന്ന്? ഏച്ചി അറിഞ്ഞിട്ടില്ലേ ആ വാസടന്റെ മോൻ സച്ചിൻ മരിച്ചത്? ഏത്? ആ ചിറ്റയിലെ വാസുവേട്ടൻ്റെ മോൻ സച്ചിനാ? ഓനെയാന്ന് ഞാൻ ഈനടക്ക് ബസ് സ്റ്റോപ്പ് കണ്ടി. ഏച്ചിക്കറിയില്ലേ അവന് കൊറേ ദിവസമായിട്ട് അസുഖം ആയിരുന്നു. ഞാൻ പോട്ടെ. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കെ. ഉയരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ. ഇവിടെ അവശേഷിക്കയില്ലാരുമീ ഞാനും. ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി.